ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചിരിക്കുന്നു. ഇനി ഒരു ദിവസം നിശബ്ദ പ്രചരണത്തിന്റെ സമയമാണ്. കേരളം വോട്ടെടുപ്പിന് സന്നദ്ധമാകുമ്പോൾ മലയാളിയുടെ മനസ്സിലുള്ളത് എന്താണ്? ആരാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിച്ചത്? ഏതെങ്കിലും ഒരൊറ്റ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് മലയാളി വോട്ട് ചെയ്യാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണോ ഇത്? അങ്ങനെയെങ്കിൽ ആ വിഷയം എന്താണ്? ആരാണ് അതിന്റെ ചാമ്പ്യൻ? കേരളത്തിലൊരു തരംഗം മാഞ്ഞു വീശാൻ പോകുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കക്ഷി ഒറ്റയടിക്ക് സകലതും വാരിക്കൂട്ടാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കുമോ ഇത്? 2019 UDFന്റെ വിജയം ആവർത്തിക്കുമോ? അങ്ങനെ ആവർത്തിക്കാൻ തക്കവണ്ണമുള്ള ഗ്രൗണ്ട് അന്തരീക്ഷം ഇവിടെ ഉണ്ടോ? അതോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഒരു മടങ്ങിവരവ് സാധ്യമാക്കാൻ പോവുകയാണോ? BJP 2 അക്കം ഇവിടെ നിന്ന് നേടുമെന്നാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. അത് അല്പം അതിശയോക്തി ഉണ്ട്. 2 സീറ്റെങ്കിലും നേടുമെന്ന് ഇപ്പോൾ BJPക്കാർ പറയുന്നു. അതിനുള്ള സാധ്യത അവരുടെ മുമ്പിൽ എന്തുമാത്രമാണ്? ഏതൊക്കെ മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം സത്യത്തിൽ സാധ്യമാക്കാൻ ഇവിടെ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്? പ്രചരണം അവസാനിക്കുകയും കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയും ചെയ്യുമ്പോൾ രാഷ്ട്രീയ കേരളത്തിന്റെ മനസ്സിൽ എന്താണ്? ആരാണ് അതിനെ പരിവപ്പെടുത്തിയത് എന്ന വിഷയം സംസാരിക്കുകയാണ് നമ്മൾ സ്പെഷ്യൽ എഡിഷനിൽ. ഈ ചർച്ചയിൽ A. സമ്പത്ത് CPM നേതാവ്, റിജിൽ മാക്കുറ്റി കോൺഗ്രസ് നേതാവ്, P. കൃഷ്ണദാസ് BJP പ്രതിനിധി എന്നിവരാണ് നമ്മോടൊപ്പം പങ്കെടുക്കുന്നത്. ആദ്യം റിജിൽ മാക്കുറ്റി, ഈ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ഒരൊറ്റ വിഷയത്തെ മുൻനിർത്തിയുള്ള, ഒരൊറ്റ അജണ്ടയെ മുൻനിർത്തിയുള്ള തെരഞ്ഞെടുപ്പാണോ? അങ്ങനെയെങ്കിൽ ആ അജണ്ട, ആ വിഷയം എന്താണ്? ആരാണ് അതിൻ്റെ ചാമ്പ്യനാവാൻ പോകുന്നത്? തീർച്ചയായും ശ്രീ നിഷാദ്, ഈ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമാണ്. രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടമാണ്. രാജ്യത്തെ മതവൽക്കരിക്കാനും രാജ്യത്തെ ഭിന്നിപ്പിക്കാനും ശ്രമിക്കുന്ന സംഘപരിവാറിനും RSSനെതിരെയുള്ള വലിയ പോരാട്ടമാണ് രാജ്യത്ത് നടക്കുന്നത്. ആ പോരാട്ടത്തിനോടൊപ്പം തന്നെയാണ് കേരളത്തിൻ്റെ മനസ്സും എന്നുള്ളത് കൊണ്ട് തന്നെ ആ പോരാട്ടത്തിന് രാജ്യത്ത് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയാണ്. അതിനനുസരിച്ചിട്ടുള്ള കൃത്യമായ രൂപത്തിലുള്ള രാഷ്ട്രീയപരമായ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഉണ്ടാകുമെന്ന് സംബന്ധിച്ച് ഒരു തർക്കമില്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇന്ത്യ മുന്നണിക്കകത്ത് നിൽക്കുന്നതെന്ന് പറയുന്നവർ മോദിയേക്കാളും രൂക്ഷമായ ഭാഷയിലാണ് ശ്രീ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. മാത്രമല്ല, മോദിയും പിണറായിയും 2 അല്ല 1 എന്നുള്ളതാണ് സമീപ ദിവസങ്ങളിലെ അവരുടെ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ കാണുന്നത്. ഒരേ സ്ഥലത്ത് നിന്നാണ് മോദിക്കും പിണറായി വിജയൻ പ്രസ്താവന എഴുതി കൊടുക്കുന്നത് എന്ന രൂപത്തിലേക്ക് പോവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ DNA ടെസ്റ്റ് പോലും നടത്തണമെന്ന് പറയാൻ ഇത്രയും മ്ലേച്ഛമായിട്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് CPIMന്റെ ഒരു MLA ആണെന്ന് പറയുമ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ തീർച്ചയായും ഇവിടെ മോദിയും പിണറായിയും ഒരേ സ്വരത്തിൽ രാഹുൽ ഗാന്ധി എതിർക്കുകയാണ്. അപ്പോൾ തീർച്ചയായും രാഹുൽ ഗാന്ധി രാജ്യത്ത് 24 മണിക്കൂറിൽ അദ്ദേഹത്തിന് ഉറങ്ങുന്ന സമയമൊഴികെ ഇവർക്കെതിരായിട്ടുള്ള പോരാട്ടം രാജ്യത്തെമ്പാടും അതിശക്തമായി നടത്തിക്കൊണ്ടുപോവാണ്. അങ്ങനെ നിൽക്കുന്ന ഒരാളെ ഒറ്റപ്പെടുത്താൻ മോദിക്ക് വേണ്ടി ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനെക്കുറിച്ച് മോദി പറഞ്ഞത് എന്നേക്കാളും കൂടുതൽ രൂക്ഷമായിട്ടാണ് പിണറായി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത് എന്ന രൂപത്തിലേക്ക് പറയണം. അപ്പോൾ ഇവർ തമ്മിലുള്ള മത്സരം ഇവിടെ നടക്കുന്നു. തീർച്ചയായും കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, മതനിരപേക്ഷ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുന്നതിനപ്പുറത്തേക്ക് ആളുകൾക്കൊരു വിഷയമുണ്ടാകുമല്ലോ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിൽ നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ട്, പിണറായി വിജയനെ നിങ്ങൾ തിരിച്ചും വിമർശിക്കുന്നുണ്ടല്ലോ. എല്ലാവരെയും പിടിച്ച് ജയിലിലിട്ടു, എന്തുകൊണ്ട് പിണറായി ഇടുന്നില്ല എന്ന ചോദ്യം എന്തുമാത്രം ബാലിശമാണെന്ന് അറിയാത്തവരല്ലല്ലോ നമ്മൾ. എന്ന് വെച്ചാൽ പിണറായി വിജയനെ ജയിലിലിടണമായിരുന്നു എന്ന അഭിപ്രായം പറയുകയാണ് രാഹുൽ ഗാന്ധി. എന്ന് വെച്ചാൽ കെജ്രിവാളിനെ ഇട്ടത് ശരിയാണ്, ഇനിയിപ്പോൾ സോറിനെ ഇട്ടത് ശരിയാണ്, വിജയനെയും കൂടി എന്താ ഇടാത്തതെന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നു, തിരിച്ച് അതേ ഭാഷയിൽ അപ്പുറത്തുനിന്ന് മറുപടി വരുന്നു. ഇതൊക്കെ നിങ്ങൾ തമ്മിലുള്ള വാക്യുദ്ധങ്ങളാണ്. അതിനപ്പുറത്തേക്ക് വോട്ട് ചെയ്യാൻ സീരിയസ് ആയിട്ടുള്ള ഒരു റീസൺ ദേശീയ രാഷ്ട്രീയമാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരേ തരത്തിലുള്ള രാഷ്ട്രീയം അതിൽ മുന്നോട്ട് വയ്ക്കുന്നവരാണ്. അതിലെന്തുകൊണ്ട് നിങ്ങളെ മാത്രം ഓപ്റ്റ് ചെയ്യും മലയാളി എന്ന് പറയാനുള്ള പോയിന്റ് എന്താണ്? ശ്രീ നിഷാദെ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം ഞാൻ പറഞ്ഞല്ലോ. 19 സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടി BJPയുമായി എവിടെയാണ് ഏറ്റുമുട്ടുന്നത്? ഇവരുടെ മത്സരിക്കുന്നവരെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായി ചേർന്ന് മത്സരിക്കുന്നു. കേരളത്തിൽ മാത്രമാണ് ഇവർക്ക് കോൺഗ്രസും രാഹുൽ ഗാന്ധി ശത്രു എന്നുള്ളത്. ഇവിടെ രാജ്യത്ത് ഇത്രയേറെ വിഷയമുണ്ടാകുമ്പോൾ രാജ്യത്തിനകത്ത് പ്രതിപക്ഷ മുന്നണിയിലെ നേതാക്കന്മാരെ എല്ലാം വേട്ടയാടുമ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധിയെ പോലും 53 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടുണ്ട്, സോണിയാഗാന്ധി ചോദ്യം ചെയ്തിട്ടുണ്ട്. ED എന്ന് പറയുന്നത് ഒരു പ്രതിപക്ഷത്തെ ഈ രൂപത്തിൽ ഭയപ്പെടുത്തി
കീഴ്പ്പെടുത്തുന്ന ഒരു ഉപകരണമാക്കി മാറ്റുകയാണ്. രാജ്യത്തിലെ പാർലമെന്റിൽ പോലും മീനാക്ഷി ലേഖി പറഞ്ഞത് ED വരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അത്തരമെല്ലാം നടക്കുമ്പോൾ കേരളത്തിലാണ് ഇത് തെളിവോടുകൂടി പല കാര്യങ്ങളും പുറത്തു വന്നിട്ട് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമെതിരായി വന്ന മാസപ്പടി വിവാദം ഉൾപ്പെടെയുള്ള പല വിഷയത്തിനകത്തും കൃത്യമായ രൂപത്തിലെ തെളിവുകൾ പോലും പുറത്തു വന്നിട്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്കൊന്നും പോകുന്നില്ല. പിണറായി വിജയനെ സംരക്ഷിക്കാൻ നരേന്ദ്രമോദി തയ്യാറാകുന്നു. പ്രതിപക്ഷ മുന്നണിക്കകത്ത് ഏറ്റവും സേഫായി നിൽക്കുന്ന ഒരാൾ, BJPയുടെ നോട്ടപ്പുള്ളി അല്ലാതെ നിൽക്കുന്ന ഒരാൾ പിണറായി വിജയനാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ പിണറായി വിജയനോട് മാത്രമേ ഉള്ളൂ. ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ED കുറെ തെളിവുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ED കുറെ തെളിവുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ തെളിവുകളെല്ലാം നിങ്ങൾ എടുത്ത് വിഴുങ്ങുകയും സോറിന്റെയും കെജ്രിവാളിന്റെയും അറസ്റ്റ് ശരിയാണെന്ന നിലപാട് നിങ്ങൾക്കുണ്ടോ? അതോ മൂന്നിടത്ത് മൂന്ന് നിലപാടാണോ? അല്ല, അങ്ങനെയല്ല ശ്രീ നിഷാദെ. അതിൻ്റെ അകത്ത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പക്ഷേ രാജ്യത്ത് BJPക്കെതിരാണ് പോരാട്ടം നടക്കുന്നത്. പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രി ഉണ്ടല്ലോ, ആ മന്ത്രി കൃഷ്ണൻകുട്ടിയാണല്ലോ. ആ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി ദേവഗൗഡയുടെ പാർട്ടിയാണല്ലോ. ദേവഗൗഡയുടെ പാർട്ടി BJPയുടെ സഖ്യകക്ഷിയാണല്ലോ. അങ്ങനെ ദേവഗൗഡയുടെ പാർട്ടിയായ BJPയുടെ സഖ്യകക്ഷിയുടെ ഒരു മന്ത്രിയെ പോലും ഈ മന്ത്രിസഭയിൽ നിലനിർത്താൻ ഒരു മടിയും ആർക്കില്ല, പിണറായി വിജയൻ ഇല്ല എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ NDയുടെ ഘടകകക്ഷിയെ കൂടെ ഇരുത്തി ഭരിക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ. ഇവിടെ പിന്നെ എവിടെയാണ് ഇവരെ BJP വിരോധമുള്ളത്? മാത്രമല്ല ഇവിടെ BJP സ്ഥാനാർത്ഥിമാർ വന്നപ്പോൾ അതിന് ഏറ്റവും കരുത്തന്മാരായ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് അവർക്ക് അതിനുള്ള അപ്പർ ഹാൻഡ് കൊടുത്തത് ആരാ? ഇവിടെയുള്ള LDFന്റെ കൺവീനർ EP ജയരാജനാണല്ലോ. EP ജയരാജനും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായുള്ള രാജീവ് ചന്ദ്രശേഖറും അവരുടെ ഭാര്യയും EP ജയരാജന്റെ ഭാര്യ ഒന്നിച്ച് ബിസിനസ് നടത്തുന്നുണ്ടല്ലോ. അതൊന്നും വിഷയമില്ല. അപ്പോൾ BJPയുമായി ഇവർക്കൊരു പ്രശ്നമില്ല. BJPക്കാരൻ പ്രതികളായ കേസുകളൊക്കെ തന്നെ വളരെ കൃത്യമായി അവർ ഒഴിവാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ടല്ലോ. റിയാസ് മൗലവിയുടെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ആ പ്രതികളായ RSSകാരൊക്കെ ഇത് പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ. ആലപ്പുഴയിലെ രഞ്ജിത്ത് രാമേന്ദ്രന്റെ കൊലപാതകത്തിൽ പ്രതികളായ ആളുകൾക്കൊക്കെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് രണ്ടും അന്വേഷിച്ചതും ഇത് രണ്ട് പ്രോസിക്യൂഷന്മാരും ആയതൊക്കെ CPM ഭരിക്കുമ്പോഴല്ലേ. അപ്പോൾ RSSന് അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും പിണറായി വിജയൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ശ്രീ എമ്മുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ച ഉൾപ്പെടെയുള്ള വിഷയം നമ്മുടെ മുമ്പിലുണ്ട്. RSSനോട് ആരാണ് ഫൈറ്റ് ചെയ്യുക എന്ന ചോദ്യത്തിന് RSSനോട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് പിണറായി വിജയൻ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മോദിയോട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് പിണറായി വിജയൻ എന്ന കാര്യം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രചാരണ കാലയളവിൽ എന്നാണ് കോൺഗ്രസിന്റെ കോൺഫിഡൻസ്. ശ്രീ A. സമ്പത്ത്, ഇവിടെ നിങ്ങളിൽ ആര് ജയിച്ചാലും ഒരു മതനിരപേക്ഷ മലയാളിയെ സംബന്ധിച്ച് പരിധി കവിഞ്ഞ ആശങ്കയുടെ അടിസ്ഥാനം ഇല്ല. കാരണം രണ്ടുപേരും ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്താൻ പോകുന്നവരാണ്, രണ്ടുപേരും പ്രതിപക്ഷ ചേരിയിൽ നിൽക്കുന്നവരാണ്. പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജെനുവിനിറ്റിയുടെ കാര്യത്തിൽ തർക്കിക്കുന്നുണ്ട് എന്നത് വേറെ കാര്യം. പക്ഷേ ഇത് കേരളത്തിലൊരു റൂളിംഗ് പാർട്ടിയാണ്. നിങ്ങളുടെ സർക്കാർ രണ്ടാം തവണ പൂർത്തിയാക്കിയ ശേഷം, രണ്ടാം തവണ ഏതാണ്ട് പാതി ദൂരം പിന്നിടുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് വോട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസാണ്. അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ, അവരുടെ നിലപാട് രേഖപ്പെടുത്താൻ കിട്ടുന്ന ഒരു ചാൻസാണ് ഈ തെരഞ്ഞെടുപ്പ് ദേശീയത്തിലേക്കോ സംസ്ഥാനത്തിലേക്കോ എന്ന വ്യത്യാസമില്ലാതെ. സോ ഒരു ആൻറ്റി ഇൻകംബൻസി നിങ്ങൾ ഭയപ്പെടുന്ന സംഗതിയാണോ? ഇപ്പോൾ നമ്മുടെ കോൺഗ്രസ് പ്രതിനിധിയായ റിജിൽ മാക്കുറ്റി ചൂണ്ടിക്കാണിക്കുന്ന പോലെ ദേശീയ രാഷ്ട്രീയവും അതിലെ മോദി വിരുദ്ധതയുമാണെങ്കിൽ മോദിയുടെ രാഷ്ട്രീയത്തിന് നിങ്ങൾ ആഭ്യന്തര വകുപ്പിനെ തന്നെ തീരെഴുതി കൊടുത്തിരിക്കുന്നു. എന്നിട്ട് നിരന്തരം അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നു. അങ്ങനെയുള്ള നിങ്ങളുടെ ഈ മോദി വിരുദ്ധത പോലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി പ്രവർത്തനത്തെ വിലയിരുത്തുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾ ബാക്ക് ഫുട്ടിൽ പോകുന്നതാണ്. നിഷാദെ, എന്തായാലും കോൺഗ്രസിൻ്റെ പ്രതിനിധിയിൽ നിന്ന് ചർച്ച ആരംഭിച്ചതുകൊണ്ട് കോൺഗ്രസിൻ്റെ സമുന്നതനായ എക്കാലത്തെയും നേതാവ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഇടത്തു നിന്ന് ഞാൻ തുടങ്ങാം. അപ്പോൾ അതിലെന്തായാലും ഒരു തർക്കം അദ്ദേഹത്തിനോ അല്ലെങ്കിൽ BJPയുടെ പ്രതിനിധിക്കോ ഉണ്ടാകാനിടയില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ഈ മഹത്തായ രാഷ്ട്രം നിലനിൽക്കുന്നുവെങ്കിൽ നമ്മളാരും മരിക്കുന്നില്ല. ഇന്ത്യ എന്ന മഹത്തായ രാഷ്ട്രം മരിക്കുന്നുവെങ്കിൽ നമ്മളാരും ജീവിച്ചിരിക്കുന്നില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാചകമാണിത്. എന്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് ചോദിച്ചാൽ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ ഭരണഘടന എഴുതി ഉണ്ടാക്കിയത് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയുടെ ഒരു ചെറിയ അതിൻ്റെ വളരെ മിനിയേച്ചർ പതിപ്പാണ് ഞാൻ ഈ കാണിച്ചത്. ലിഖിതമായ ഭരണഘടനയാണ്, ഏറ്റവും വലിയ ഭരണഘടനയാണ്. ഏറ്റവും പണ്ഡിതരായിട്ടുള്ളവരും നിയമജ്ഞന്മാരുമായിട്ടുള്ളവരും ഒരുപാട് അഭിഭാഷകർ, അത് അഭിഭാഷകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പലർക്കും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അവരെല്ലാവരും അഹോരാത്രം പണിപ്പെട്ടിട്ടാണ് ഒരു ഭരണഘടന അത്തരത്തിൽ എഴുതി ഉണ്ടാക്കിയത്. അത് പലപ്പോഴായി കാലികമായ മാറ്റങ്ങൾക്ക് വിധേയമായി വരുമ്പോഴും അടിസ്ഥാന ശിലകൾ ഒരു കാരണവശാലും മാറ്റാൻ പാടില്ല എന്നത് സുപ്രീം കോടതി തന്നെ വിധിച്ചിട്ടുള്ള കാര്യമാണ്. ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ പെടുന്നതിൽ ഇവിടെ സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസം, അത് ഗാന്ധിയൻ സോഷ്യലിസം എന്ന് തന്നെ നമ്മൾ വിഭാവന ചെയ്തിട്ടുള്ളത്.
ശരി, ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ നീതി, സാമ്പത്തികമായ നീതി, സാമൂഹികമായ നീതി, സാഹോദര്യം, ഫ്രറ്റേണിറ്റി എന്നൊരു പദമുണ്ട്. അത് ഒരിക്കൽ മാത്രമേ ഈ ഭരണഘടനയിൽ എഴുതിയിട്ടുള്ളതാണ്. ഒരേ ഒരു തവണ ഒറ്റ വാക്ക്. അവിടെ എല്ലാവരും ഒരു ഭാഗത്തേക്ക് ഓടുമ്പോൾ ഒരാൾ മാത്രമായി തിരിഞ്ഞു നിന്നാലും അയാളെ കൂടി കൂട്ടിച്ചേർത്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്, മാറ്റി നിർത്തുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം എന്നത്. ഇതൊരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇനി കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞെടുത്ത് അതിന് ചില കാര്യങ്ങൾ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കലാശക്കൊട്ടും കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചരണം കേരളത്തിൽ അവസാനിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ അത്തരത്തിലുള്ള രൂക്ഷമായ വാദപ്രതിവാദങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാനൊരു വോട്ടഭ്യർത്ഥനയും നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നലെയാണെങ്കിൽ നിശ്ചയമായി വോട്ടഭ്യർത്ഥനയും നടത്തിയേനെ മീഡിയ വണിലെ ഈ ചർച്ചയിൽ. എന്താ കാര്യം? ഇന്ത്യയിൽ കേരളമെന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് 2 കോടി രൂപ വിലയിട്ടു ഇല്ലേ? RSSൻ്റെ നേതാവ് കുന്ദൻ ചന്ദ്രാവത്തോ, അയാളുടെ പേര് ഞാനിപ്പോൾ കൃത്യമായി ഓർക്കുന്നില്ല. മധ്യപ്രദേശിൽ നിന്നുള്ള ആ നേതാവ് പരസ്യമായി പ്രഖ്യാപിച്ചതും ഇവിടെ പത്രങ്ങളിലെല്ലാം അച്ചടിച്ചു വന്നതും കോൺഗ്രസിൻ്റെ തന്നെ ചില ചങ്ങാതിമാർ കൊട്ടിഘോഷിച്ചു കൊണ്ട് നടന്നതും അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞതും 2 കോടി രൂപ വിലയിട്ടത്. അപ്പോൾ സഖാവ് പിണറായി വിജയനെ RSSകാർ എങ്ങനെയാണ് നോട്ടമിടുന്നത്, എങ്ങനെയാണ് വട്ടമിടുന്നത്, BJPക്കാർ എങ്ങനെയാണ് ആ മനുഷ്യനെ അത്തരത്തിൽ ജീവന് പോലും അത്തരത്തിൽ ഭീഷണിയുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ കൂടുതലായി പറയുന്നില്ല. ഇവിടെ ഈ കേരള സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യത്തിൻ്റെതും അതെ, ലോകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഞാൻ 2 മിനിറ്റ് എടുക്കുകയാണ്, എന്നുവെച്ചാൽ അതിൻ്റെ സമയത്തിൻ്റെ ചുരുക്കം അത് അങ്ങ് ഓർമ്മിപ്പിച്ചോളുക. ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിലെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഇന്ത്യയിൽ ഇതുപോലൊരു തെരഞ്ഞെടുപ്പ്, ഇത്രമാത്രം ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ഒരു മാതൃകയായും, കേരളം പൊളിറ്റിക്കലി വളരെ സെൻസുള്ള, വളരെ രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളുള്ള ഒരു നാടാണ് എന്നുള്ളതുപോലെ പൊളിറ്റിക്കലി നമ്മൾ പറയുമല്ലോ, സെൻസും വളരെ അത് സെൻസിറ്റീവായിട്ടുള്ള അതും വരും, അതും നമ്മുടെ നാട്ടിൽ വരും. കേരളത്തിൻ്റെ പൊതുമനസ്സ് എന്നുള്ളത് മതനിരപേക്ഷ മനസ്സാണ്. ഇവിടെ കോൺഗ്രസ്സിന്, UDF ശീർഷ കോൺഗ്രസ്സിന് ഒരു പിണറായി ഫോബിയ ഉണ്ട്. പിണറായി വിജയനാണ് മുഖ്യ ശത്രു എന്നുള്ള നിലയിലേക്ക് ഇന്ത്യയിൽ ഇന്ന് അധികാരത്തിലുള്ള BJP നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നത് മാത്രമല്ല, വേദിയിൽ സെൻട്രൽ സ്റ്റേജിൽ നായകസ്ഥാനത്തേക്ക് RSS കടന്നു വന്നിട്ടുണ്ട്. RSSൻ്റെ പ്രഖ്യാപിത ശത്രുക്കൾ എന്നുള്ളത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും ആയിരുന്നു 3 ആഭ്യന്തര ശത്രുക്കൾ എങ്കിൽ ഒരു 5-6 കൊല്ലത്തിന് മുമ്പ് 5 ശത്രുക്കൾ എന്നുള്ള നിലയിലേക്ക് അതിനെ വ്യാപരിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ? മുസ്ലിങ്ങൾ, മിഷണറിമാർ, മെക്കോളയിസ്റ്റുകൾ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിക്കുന്നവർ, അത് പ്രചരിപ്പിക്കുന്നവർ മാത്രമല്ല, മെറ്റീരിയലിസ്റ്റുകൾ, ഭൗതികവാദികൾ, കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ള നിലയിലേക്ക് ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ ഭാഗമായി തന്നെ അവരുടെ അടുത്തുള്ളത് മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് 48 മണിക്കൂർ നിരോധനമുണ്ടായത് എന്നും അതിൽ നിങ്ങൾ ഉൾപ്പെടെ ചില മാധ്യമങ്ങൾ മുട്ടിലെഴയാതെ നടത്തിയ പോരാട്ടവും അതുകൂടി ഓർമ്മിക്കുക. ഇവിടെ അരുണാചൽ പ്രദേശിലെ സംസ്ഥാന നിയമസഭ, ഞാൻ പഴയ കഥയൊന്നും പറയുന്നില്ല, പഴയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നു, ഇപ്പോഴത്തെ വളരെ പ്രസൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം. അരുണാചൽ പ്രദേശിലെ സംസ്ഥാന നിയമസഭയിലേക്ക് 10 സീറ്റുകളാണ് അത്തരത്തിൽ വാക്ക് ഓവർ എന്ന് പറഞ്ഞാലും പോരാ, വെള്ളിത്തളികയിൽ വെച്ചുകൊണ്ട് തന്നെ കൊണ്ടുകൊടുത്തു. ആർക്ക്? കോൺഗ്രസ് BJPക്ക് തന്നെ കൊടുത്തു. കാര്യങ്ങൾ വ്യക്തമായല്ലോ. അവിടെ ഇക്കാര്യം പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തേത് എങ്ങനെ, ആദ്യത്തെ സമ്മാനമായി തന്നെ കോൺഗ്രസ് സൂററ്റിലെ ലോക്സഭ തെരഞ്ഞെടുപ്പ് പോലും വോട്ടിംഗ് നടത്തേണ്ടതായിട്ടില്ല. എന്താ സംഭവിച്ചത്? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക പൂരിപ്പിക്കാൻ അറിഞ്ഞുകൂടാന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒത്തുകളിയാൻ. ആ ഒത്തുകളി എങ്ങനെ? ആ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടിട്ടുള്ള ഞാൻ വിചാരിക്കുന്നത് താങ്കൾ പറഞ്ഞു വരുന്ന പോയിന്റ്, കോൺഗ്രസ് BJPക്ക് ചെയ്തു കൊടുത്ത സഹായങ്ങൾ, കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് വലിയ തോതിൽ ആളുകൾ പോയതിന്റെ കാര്യം, ഇപ്പോൾ BJPയിലുള്ളതിൽ നല്ല ശതമാനം ആളുകൾ മുൻ PCC നേതാക്കളായിരുന്നു എന്ന കാര്യമാണ് താങ്കൾ പറയാൻ ശ്രമിക്കുന്നത്. അതല്ല നിഷാദേ, എന്ന് ഞാൻ വിചാരിക്കാം. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒത്തുകളി അങ്ങ് നടത്തുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമൊന്നുമല്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ഐദർ സ്വലോയിങ് ഓർ പോച്ചിങ് ഒന്നും അല്ല. BJPയോട് വളരെ വേഗത്തിൽ ചേരാൻ കഴിയുന്ന ഒരു ധാരയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് താങ്കൾ പറയാൻ ശ്രമിക്കുന്ന കാര്യം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് 2019 ഇത് കാര്യമായി പറഞ്ഞതാണ്. 2019 BJPയിൽ ചേർന്ന നേതാക്കളുടെ എണ്ണം വലുതായിരുന്നു, നമുക്കറിയാം. ഇപ്പോൾ ആ നമ്പർ കുറച്ചുകൂടി വലുതായിട്ടേ ഉള്ളൂ. അത് കേരളത്തിൽ ആ നിലയ്ക്ക് വർക്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ BJPയിലേക്ക് പോയി കളയും കോൺഗ്രസ്സുകാർ എന്ന പ്രചരണം എന്തുമാത്രം പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. അതോടൊപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ സർക്കാരിനെ ജനങ്ങൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടോ എന്നാണ്. ഇന്ത്യയിൽ വർഗീയ കലാപം കഴിഞ്ഞ 7.5 വർഷമായി വർഗീയ കലാപം ഇല്ലാത്ത ഒരു സംസ്ഥാനം.
ഇവിടെ നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചു, ഈസ്റ്റർ ആഘോഷിച്ചു, വിഷു ആഘോഷിച്ചു, ദീപാവലി ആഘോഷിക്കുന്നു, ഓണം ആഘോഷിക്കുന്നു, റംസാൻ ആഘോഷിക്കുന്നു, ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഇവിടെ ഒരു വർഗീയ കലാപവും ഈ നാട്ടിലില്ല. ഈ കേരളത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനായി ഇന്ത്യ ഗവൺമെൻറ് ശ്രമിക്കുന്ന വേളയിൽ തന്നെ ഈ കേരളത്തിനെ പ്രളയത്തിൽ ഒലിച്ചു പോകാതെ, വൈറസിൽ ചത്തുപോകാതെ, ഈ നാട്ടിൽ പട്ടിണി കിടന്ന് ആൾ മരിക്കാതെ അവരെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അത്തരത്തിൽ ഈ ഗവൺമെൻറ് നടത്തുന്നു. ഇന്ത്യയിൽ ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് നിർത്താം. ഏറ്റവും കൂടുതൽ പ്രതീക്ഷിത ആയുസ്സുള്ള സംസ്ഥാനം, ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് മാത്രം ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം, ഏറ്റവും കുറച്ച് മാത്രം മാതൃമരണ നിരക്കുള്ള സംസ്ഥാനം, എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് പോകുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുള്ള സംസ്ഥാനം, ഏറ്റവും മെച്ചപ്പെട്ട പൊതുജനാരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനം, അധികാര വികേന്ദ്രീകരണത്തിന് മാതൃകയായ സംസ്ഥാനം, നിതി ആയോഗിന്റെ പട്ടികയിൽ തന്നെ എടുക്കുമ്പോൾ ഇന്ത്യക്ക് മാതൃകയായ നിലവിൽ അത്തരത്തിൽ തന്നെ റാങ്ക് 1 എന്നുള്ളത് ഈ പ്രധാനമന്ത്രിയാണല്ലോ അധ്യക്ഷൻ. അതിന്റെ കഥയുണ്ടോ ശ്രീ സമ്പത്ത്? നമ്മൾ സൂചികകൾ എത്രയോ കാലമായി മുന്നിലാണ്. അങ്ങനെയുള്ളപ്പോഴും നിങ്ങൾ കളയുകയല്ല നിഷാദെ, ജനങ്ങളുടെ ബോധ നിലവാരത്തെ അങ്ങനെ കളയുക എന്ന് പറയരുത്. സൂചികയിൽ നമ്മൾ അതിന്റെ നമ്മുടെ ബോധ നിലവാരത്തിൽ കിട്ടിയിട്ടില്ല. നിങ്ങൾ അമ്പയെ പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പുകളുണ്ട്. ഞാൻ പരാജയപ്പെട്ട ആളാണല്ലോ. അത് ഞാൻ ചോദിക്കുന്നത് അതാണ്. അപ്പൊ ഈ അങ്ങനെ പരാജയപ്പെട്ടു പോയ ഒരാളാണല്ലോ. വർഗീയ കലാപങ്ങളുടെ ചരിത്രം എടുത്താൽ കഴിഞ്ഞ 10 വർഷത്തേത് മാത്രമല്ല, കഴിഞ്ഞ 7 വർഷത്തേത് മാത്രമല്ല, അതിന് മുൻപുള്ള കാലവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ സ്വതവേ സമാധാനകാംക്ഷികളായ മനുഷ്യന്മാർ ജീവിക്കുന്ന നാടാണ് ഇത്. നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ 7 വർഷമായി ഭരിക്കുന്നു, ആളുകൾക്ക് ഒരുപാട് എപ്പോഴാണ് ചാലക്കമ്പോളം ബന്ധു വെണ്ണീറായത്? എപ്പോഴാണ് ബംഗ്ലാദേശ് കോളനിയിൽ വെടിവെപ്പുണ്ടായത് എപ്പോഴാണ്? ഈ കേരളത്തിൽ ഭീമാപ്പള്ളിയിൽ 5 പേരെ വെടിവെച്ചു വന്നത് എപ്പോഴാണ്? ഭീമാപ്പള്ളിയിൽ 5 പേരെ വെടിവെച്ചു വന്നത് എപ്പോഴാണ്? ഇതൊക്കെ ഉണ്ട്. ഇവിടെ യുഡിഎഫിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് പോയിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത്, ഞാൻ ചോദിക്കുന്നത് ഇതാണ്. ഇതൊരു ആന്റി ഇൻകംബൻസി കലാപം ഡിസ്കസ് ചെയ്യുമ്പോൾ ആഭ്യന്തര വകുപ്പ് അടക്കമുള്ള പ്രവർത്തനം ജനങ്ങൾ ഇപ്പം ഒരൊറ്റ ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ ശ്രീ സമ്പത്ത്, താങ്കൾ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത ഉപകാരമായിരുന്നു. ആഭ്യന്തര വകുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ വർഗീയത, ന്യൂനപക്ഷ വേട്ട പോലെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ആഭ്യന്തര വകുപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സംഘപരിവാരത്തിൻ്റെ കയ്യിലാണെന്ന വിമർശനം ഉന്നയിച്ച ആൾ ഇന്നിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട്. ഈ വിമർശനം പൊതുവെ ഉന്നയിക്കപ്പെട്ട് നമ്മൾ കാണുന്നതാണ്. സർക്കാരിന് അതിനൊരു കൺട്രോളും ഇല്ല, CPM-ന് കൺട്രോളും ഇല്ല എന്ന് അതിനെ ഒറ്റനോട്ടം നോക്കുന്ന ആർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ അഫക്റ്റഡ് പാർട്ടീസ് ആയിട്ടുള്ള ഈ മതനിരപേക്ഷ കേരളത്തിലെ വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അവരെങ്ങനെയാണ് മോദിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങളെ വിശ്വസിച്ച് വോട്ട് ചെയ്യാന്നൊരു ക്വസ്റ്റ്യൻ ഉയർത്തും കോൺഗ്രസിന്റെ പാനലിസ്റ്റ്? അത് നല്ല ചോദ്യമാണ്. സ്വന്തം പാർലമെന്റ് അംഗമായ ഇഷാൻ ജാഫ്രിയെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് കൊലപ്പെടുത്തിയപ്പോൾ ഈ നാട്ടിലൊരു പ്രതിഷേധ പ്രകടനമോ ഒരു യോഗമോ പോലും നടത്താത്ത ആളുകളും ബിൽക്കിസ് ബാനുവിനെ ക്രൂരമായി വേട്ടയാടി എന്നിട്ട് ഇരകളെ വീണ്ടും ആ ഇരയെ തന്നെ വീണ്ടും വേട്ടനായ്ക്കളെ അഴിച്ചുവിടുന്നത് പോലെ അത്തരത്തിൽ ആ സ്ത്രീയെ ക്രൂരമായി അത്തരത്തിൽ ഭത്സിക്കുന്ന നിലയിലേക്കും കുറ്റവാളികളെ കള്ളം പറഞ്ഞിട്ട് കോടതിയിൽ കള്ളം പറഞ്ഞിട്ട് ജയിലറികൾക്കുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അത്തരത്തിൽ 14 കൊല്ലക്കാലം നിയമയുദ്ധം നടത്തുമ്പോൾ സുഭാഷിണി അലി അടക്കമുള്ളവരുണ്ടായിരുന്നില്ല എങ്കിൽ ആ നിയമപോരാട്ടം നടത്തില്ല. എവിടെ പോയി കോൺഗ്രസ്സുകാർ? അല്ലെ, എവിടെ പോയിരുന്നവരെല്ലാം? അപ്പോൾ ഇതാണ് എൻ്റെ ചോദ്യം. ഇവിടെ വർഗീയതക്കെതിരായ പോരാട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. അത് വാലിഡ് ആയിട്ടുള്ള വിമർശനമാണ് കോൺഗ്രസിനെതിരെ. ഞാനൊന്ന് BJP പാനലിസ്റ്റിലേക്ക് കൂടി. ശ്രീ കൃഷ്ണദാസ്, ഈ പ്രചരണ രംഗം പൂർത്തിയാകുമ്പോൾ എത്ര മണ്ഡലങ്ങളിലെങ്കിലും ഒരു ത്രികോണ മത്സരം സാധ്യമാക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്? നിഷാദ്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ്, ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയം മുതൽ നടന്നിട്ടുള്ള പ്രചരണവും ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളും നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും ത്രികോണ മത്സരമല്ലേ? ചില മണ്ഡലത്തിൽ ഇരുകക്ഷി മത്സരം എന്ന് പറയുന്നത് BJP-യുമായിട്ടാണ് 2 മുന്നണികളും മത്സരിക്കുന്നത്. BJP ജയിക്കാൻ പോകുന്നു എന്ന് പറയുന്ന മണ്ഡലങ്ങൾ അവിടെ 2 മുന്നണികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായി മത്സരിക്കുന്നൊരു സാഹചര്യമല്ലേ ഉള്ളത്. നേരത്തെയും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി രാഷ്ട്രീയവും അതുപോലെ തന്നെ വികസനവും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പാണിത്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയും തെറ്റായിട്ടുള്ള സാമ്പത്തിക നയങ്ങളും കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്.
ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിൽ വന്നത് ദേശീയ തലത്തിൽ BJPയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടന്നിട്ടുള്ള വികസന പദ്ധതികളും അതുപോലെ തന്നെ കേരളത്തിന് അനുകൂലമായി എടുത്തിട്ടുള്ള തീരുമാനങ്ങളും കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളും നാളിതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുമെല്ലാം അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുള്ള തുകയും എല്ലാം കൃത്യമായി ദേശീയ തലത്തിൽ നടക്കുന്ന പ്രചരണത്തിൻ്റെ ഭാഗമായി തന്നെ കേരളത്തിലും അത് താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി BJPക്കും അതുപോലെ തന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിനും കഴിഞ്ഞു എന്നുള്ളതാണ്. മറുഭാഗത്ത് രണ്ട് മുന്നണികളും എന്തിനാണ് മത്സരിക്കുന്നത്? നേരത്തെ നിഷാദ് ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ മത്സരിക്കുന്നത് ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുക, അതല്ലെങ്കിൽ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുക. ബഹുമാനപ്പെട്ട CPMന്റെ പ്രതിനിധിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും പരസ്പരം വീറോടുകൂടി വാശിയോടുകൂടി പറയുകയാണ്, മതനിരപേക്ഷ കക്ഷികളുടെ ഭാഗമായി നിന്നുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ശക്തമായി നേരിടുകയാണ്. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, INL ആണ് ഒരു കക്ഷിയുടെ ഒരു മുന്നണിയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ ഒരാൾ. അത് ബഹുമാനപ്പെട്ട വൃന്ദ കാരാട്ട് കേരളത്തിൽ വന്ന് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ പ്രധാനമായും പറഞ്ഞത് ഞങ്ങൾ പച്ചക്കൊടി ഉപയോഗിക്കും, ആ പച്ചക്കൊടി ഉപയോഗിക്കുന്നതിൻ്റെ ആധാരം INL ആണ് എന്ന് സൂചിപ്പിച്ചു. UDFന്റെ സ്ഥിതി എന്താണ്? അവർ പച്ചക്കൊടി ഉപേക്ഷിക്കുകയാണ്, അവർ സ്വന്തം കൊടി തന്നെ ഉപേക്ഷിക്കുകയാണ് കേരളത്തിൽ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ എങ്ങനെയും വോട്ട് നേടണമെന്നുണ്ടെങ്കിൽ എല്ലാ വിഭാഗം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ മുന്നണിയിലെ CPM അടക്കമുള്ള കക്ഷികളുടെ വോട്ട് നേടണമെന്നുണ്ടെങ്കിൽ കൊടി തന്നെ ഉപേക്ഷിക്കണമെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും ആശയവും രണ്ടും ഒന്നാണ് എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന് കൊടി ഉപേക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ പോലുള്ളൊരു ദേശീയ നേതാവ് ഒരു കൊടിയും വേണ്ട എന്ന് വിചാരിച്ച് മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ മത്സരിച്ച് ജയിക്കാനുള്ള പ്രതീക്ഷ പോകട്ടെ, സ്വന്തം പാർട്ടിയുടെ കൊടി നിലനിർത്താൻ കഴിയുമോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസിന്റെ നിങ്ങളെപ്പോലെ ഒരു സംഘം അതും എടുത്ത് ദുരുപയോഗം ചെയ്ത് കളയും എന്നാണ് അവർ കണക്കൂട്ടുന്ന കാര്യം. ഇന്ത്യൻ ജനാധിപത്യത്തിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പക്ഷെ അവരുടെ കൊടി ഉയർത്തിയാൽ അത് കുഴപ്പമാകും. പാകിസ്ഥാൻ എന്ന പേരിൽ നിങ്ങൾ IT സെല്ലിൽ ക്യാമ്പയിൻ നടത്തും. ഇപ്പം തന്നെ കോൺഗ്രസിൻ്റെ അജണ്ട മുഴുവൻ സെറ്റ് ചെയ്യുന്നത് ലീഗാണ് എന്ന് പ്രസംഗിക്കുകയാണ്. നമ്മുടെ പാവപ്പെട്ട അമ്മപെങ്ങന്മാരുടെ സ്വർണവും സ്വത്തും എല്ലാം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പ്രസംഗിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ വർഗീയമായി എടുത്ത് ഉപയോഗിച്ച് കളയും, വർഗീയതയിൽ ആളുകളെ പെട്ടെന്ന് തെറ്റിച്ച് കളയും എന്ന ഭീതിയാണ് അവരെ നയിക്കുന്നതെന്ന്. ആ വർഗീയതയുടെ ഭീതിയിൽ വീണു പോകാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് ഉത്തരം. പക്ഷേ അവർ ഭയപ്പെടുന്നത് നിങ്ങളുടെ ഈ കുനിഷ്ഠ ബുദ്ധിയെയാണ്. ശ്രീ കൃഷ്ണദാസ്, നിഷാദെ, സ്വന്തം പാർട്ടിയുടെ കൊടിയും സ്വന്തം പാർട്ടിയുടെ അസ്തിത്വവും അത് നിലനിർത്താൻ വേണ്ടിയുള്ള മത്സരത്തിലാണവർ. അത് കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചാണെങ്കിലും പ്രത്യേകിച്ച് വിശേഷ CPMനെ സംബന്ധിച്ചും CPIയെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം രണ്ട് പാർട്ടികളുടെയും മുന്നണികളുടെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾക്ക് അവരുടെ ചിഹ്നം നിലനിർത്തണമെങ്കിലും ദേശീയ പദവി നിലനിർത്തണമെങ്കിലും പ്രതിപക്ഷത്ത് ഏതെങ്കിലും MP-മാരുണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിലും അതിന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നാളെ കഴിഞ്ഞ് നടക്കാവുന്ന തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പരസ്പരം പോരടിക്കുകയല്ല അവർ ചെയ്യുന്നത്, പരസ്പരം കൈകോർത്ത് നിന്നുകൊണ്ട് തങ്ങളുടെ പാർട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിഷാദ് ചോദിച്ച ചോദ്യം ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ. നിഷാദ്, കേരളം അടക്കമുള്ള സംസ്ഥാനത്ത് എവിടെയാണ് അവർ കൊടി ഉപേക്ഷിച്ചത്? കേരളത്തിലല്ലേ കൊടി ഉപേക്ഷിച്ചത്? കേരളത്തിൽ നിങ്ങളടക്കമുള്ള ആളുകൾ പറയുന്നത് BJPക്ക് വലിയ രാഷ്ട്രീയ ശക്തിയില്ല എന്നുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ 19 MP-മാരുള്ള കോൺഗ്രസ്, അതുപോലെ തന്നെ CPMനെ സംബന്ധിച്ച് കേരളത്തിൽ സംസ്ഥാനത്തിന് ഭരണമുള്ള CPM, അവർ എന്തിനാണ് BJPയെ രാഷ്ട്രീയപരമായി ഭയപ്പെടാനുള്ള സാഹചര്യം? അവരുടെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുന്നു. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷത്തെ പേടിച്ച് ന്യൂനപക്ഷങ്ങൾ മാത്രമുള്ള സ്ഥലത്തേക്ക് ഒളിച്ചോടി എന്ന് പ്രസംഗിച്ചത് ആരാ? രാജ്യത്തിന്റെ ഭരണനായകനാണ്. നോർത്തിൽ ഇത് ഉപയോഗപ്പെടുത്തുകയാണ്. നോക്കൂ, രാഹുൽ ഗാന്ധി പോയിരിക്കുന്നു മുസ്ലിങ്ങളുടെ അടുത്തേക്ക് എന്ന് നോർത്തിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ഭയമാണ്. അല്ലാതെ ഇവിടെ കേസുരാജൻ എടുത്ത് ഉപയോഗിച്ച് കളയുന്ന ഭയം UDFനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ട്, താങ്കൾ ആവർത്തിച്ച് പറഞ്ഞതും തുടങ്ങിയതുമായ കാര്യം ശ്രീ കൃഷ്ണദാസ്, അവരൊരുമിച്ചാണ് നിൽക്കുന്നത്, അവരവിടെ പോയാൽ ഒരുമിക്കും. ഇത് എത്രയോ കാലമായി നിങ്ങൾ പ്രസംഗിക്കുന്ന കാര്യമാണ്. അവരവിടെ പോയാൽ ഒരുമിക്കും, അവിടെ പോയാൽ ഒരുമിക്കും. എന്നിട്ട് ഈ സംഗതി ഒന്നും വർക്ക് ചെയ്തില്ല. ഇപ്പം മലയാളിക്ക് അറിയാത്ത കാര്യമാണോ ഇവരവിടെ പോയാൽ ഒരുമിക്കും എന്നുള്ള കാര്യം? പക്ഷേ എന്നിട്ടും മലയാളി ഓപ്റ്റ് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്ന ഇവരെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആളുകൾ നിങ്ങളെ തിരഞ്ഞെടുത്തോളും എന്ന് വിചാരിക്കുന്നത് ഗ്രൗണ്ട് മനസ്സിലാക്കിയിട്ടാണോ ശ്രീ കൃഷ്ണദാസ്? നിഷാദെ,
BJPയുടെ രാഷ്ട്രീയ നയത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ദേശീയ തലത്തിൽ നടക്കുന്ന വികസന പദ്ധതികളെ സംബന്ധിച്ചുമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ചർച്ചയുണ്ടായത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ഉയർത്തിവിട്ടിട്ടുള്ള ചർച്ചകളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സാമ്പത്തിക സുസ്ഥിരതയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പുറത്തു വന്നൊരു ഒരു വാർത്ത എന്താണ്? ചില മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇന്റർവ്യൂവിന്റെ ഭാഗമായി പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് കേരളം അതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അതൊക്കെ ശരിയാണ്. ചില മാധ്യമപ്രവർത്തകരെ അദ്ദേഹം കാണാൻ വിളിച്ച് അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ കണ്ടതാണ്. ഞാൻ ചോദിക്കുന്നത് അതല്ല. ഇതിനകത്ത് ശ്രീ കൃഷ്ണദാസ്, നിങ്ങൾ വികസനത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ വികസനം മാത്രമാണ് സംസാരിക്കാൻ പദ്ധതി ഇടുന്നതെങ്കിൽ, നിങ്ങൾ എന്തിനാണ് വർഗീയത പറയുന്നത്? മോദി പ്രസംഗിക്കുന്ന ഇത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു, സൂക്ഷിച്ചോ. കോൺഗ്രസ് ഇതാണ് മുസ്ലിങ്ങൾക്ക് മുഴുവൻ കൊടുക്കുമെന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ താലിമാല വരെ എടുത്ത് അവർക്ക് കൊടുക്കും എന്നൊക്കെ പ്രസംഗിക്കുന്നത് വികസനത്തെക്കുറിച്ച് കോൺഫിഡൻസ് ഉള്ളവർക്ക് എന്തിനാണ് ഈ വിഭജനാശയം? നിഷാദെ, ആ വിഷയം ഉയർന്നു വന്നത് എവിടെ നിന്നാണ്? കോൺഗ്രസിന്റെ മുൻ പ്രധാനമന്ത്രി ഉയർത്തിയ ഒരു വിഷയം, അത് ഒരു പ്രസംഗമധ്യേ അദ്ദേഹം ഉദ്ധരിച്ചു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾ എന്തായിരുന്നു? രണ്ട് മുന്നണികളുടെയും ഒരുമിച്ചുള്ള രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തിലെ കെടുകാര്യസ്ഥത. ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന എന്താണ്? CPM-നെ സംബന്ധിച്ച്, ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ ഒരു വിഷയം നമ്മൾ കാണാതെ പോകരുത് നിഷാദെ. അങ്ങ് ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ വരികയാണ്. ത്രിപുരയും ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങൾ എത്രയോ കാലങ്ങളായി ഇടതുപക്ഷത്തിന്റെ കോട്ടക്കൊത്തളകളായിരുന്നു. അവിടെ ഇപ്പോൾ എവിടെയുള്ളത്? അപ്പോൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടുകൂടി ഇടതുപക്ഷം എന്നുള്ളത് നാമാവശേഷമാകാൻ പോകുന്നു, ദേശീയ തലത്തിൽ ശ്രദ്ധയിൽ നിന്ന് മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് അവർ തിരിച്ചറിയുകയാണ്. അതൊരു വശത്ത്. മറുവശത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ BJPക്ക് അനുകൂലമായി ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ, അതുപോലെ തന്നെ ഉയർന്നു വന്നിട്ടുള്ള സാമൂഹ്യ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ കോൺഗ്രസിനെ കുറച്ചൊന്നുമല്ല വിരൽ പിടിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസുകാർ നരേന്ദ്രമോദിക്കെതിരെ ഇത്രയേറെ കേരളത്തിൽ പ്രചരണം നടത്തുന്നത്? എന്തുകൊണ്ടാണ് ഇടതുപക്ഷക്കാർ ഇത്രയേറെ നരേന്ദ്രമോദിക്കെതിരെ കേരളത്തിൽ പ്രചരണം നടത്തുന്നത്? അവരെ സംബന്ധിച്ച് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഭരണം ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കണം. മോദിക്കെതിരെയാണ് പ്രചരണം. പ്രതിപക്ഷത്തിന്റെ പ്രചരണം മുഴുവൻ മോദിക്കെതിരെയാണ്. അതിലിപ്പോ പുതിയൊരു സംഗതി ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് വരാം. റിജിൽ മാക്കുറ്റി, നിങ്ങൾ പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്താണ്? കേരളത്തിലെ സർക്കാർ ഒരു വാചകം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഞാനൊരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം, ബഹുമാനപ്പെട്ട CPM-ന്റെ പ്രതിനിധി ഭരണഘടന ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അത് സംരക്ഷിക്കണമെന്ന് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ വിനീതമായി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, രാജ്യത്ത് 103 ഭരണഘടനാ ഭേദഗതികൾ നടന്നതിൽ 86 എണ്ണവും നടന്നത് കോൺഗ്രസിന്റെ ഭരണകാലത്തും കോൺഗ്രസിനെ CPM പിന്തുണച്ചിരുന്ന കാലഘട്ടത്തിലുമാണ്. BJP ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ഗവൺമെന്റ് 10 വർഷക്കാലം കൊണ്ട് കൊണ്ടുവന്നത് 5 ഭരണഘടനാ ഭേദഗതിയാണ്. ഇനി മറ്റൊന്ന്, ഭരണഘടനാ ഭേദഗതി നിങ്ങളുടെ നേതാക്കന്മാർ പ്രസംഗിക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണോ അവർ കൊണ്ടുവന്നത്? മറുപടി പറയാം. നിങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങൾ വന്നാൽ തിരുത്തും, ഞങ്ങളത് വന്നാൽ മതരാഷ്ട്രമാക്കും, എന്ന നിലയ്ക്കുള്ള നിങ്ങളുടെ പൊളിറ്റിക്കൽ ചേഞ്ചസ് അല്ലല്ലോ വന്നത്. ശരി, റിജിൽ മാക്കുറ്റി, നിങ്ങൾ സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം പ്രവർത്തിക്കാൻ പോവുകയാണ്, പിണറായി വിജയനായിട്ടുള്ള വികാരം പ്രവർത്തിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആളുകൾക്ക് സർക്കാരിനെ മടുത്തിട്ടുണ്ട്, ആളുകൾക്ക് സർക്കാരിനെതിരായ വികാരം ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങളെ വിലയിരുത്തില്ലേ ആൾക്കാർ? നിങ്ങളെ മത്സരിക്കുന്ന MP-മാരിൽ ബഹുഭൂരിപക്ഷം പേരും എത്രയോ തവണയായിട്ട് മത്സരിക്കുന്നവരാണ്. അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തില്ലേ? അവരുടെ ഈ ഹൈമാസ് ലൈറ്റുകൾ മാത്രം വെച്ചാൽ വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കില്ലേ? അവരുടെ പാർലമെന്റിലെ പെർഫോമൻസും അവർ സംസാരിച്ച രാഷ്ട്രീയവും ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരായിട്ട് എടുത്തിട്ടുള്ള പൊസിഷനും ജനങ്ങൾ വിലയിരുത്തില്ലേ? പിണറായി വിജയനെ മാത്രമേ വിലയിരുത്തുള്ളൂ, കോൺഗ്രസിന് വെറുതെ അങ്ങോട്ട് എഴുതി തന്നേക്കും എന്നാണോ നിങ്ങളുടെ കോൺഫിഡൻസ്? ശ്രീ നിഷാദ്, ഒരിക്കലുമല്ല. ഞങ്ങളുടെ 19 MP-മാരും ഞങ്ങൾ നടത്തിയുള്ള പെർഫോമൻസ് വിലയിരുത്തപ്പെടും. അതിനകത്ത് ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. അത് വിലയിരുത്താൻ ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ തുറന്ന പുസ്തകമായി ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ BJPയുടെ വക്താവ് പറഞ്ഞതിൽ നിന്ന് ഞാൻ തുടങ്ങാം. അദ്ദേഹം പറഞ്ഞത് ഡോക്ടർ മൻമോഹൻ സിംഗ് നടത്തിയ പ്രസ്താവന എന്നുള്ളതാണ്. എന്താണ് അദ്ദേഹം നടത്തിയത്? സമ്പത്തിൻ്റെ നീതിപൂർണമായ വിതരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന. അത് ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്കും പട്ടികവർഗ്ഗക്കാർക്കും അതോടൊപ്പം തന്നെ ദളിത് വിഭാഗങ്ങൾക്കൊക്കെ കൃത്യമായി വീതിച്ചു കൊടുക്കണം എന്നുള്ള അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം നടത്തിയിട്ടുള്ള ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വർഗീയത പറഞ്ഞ, നമ്മുടെ നാടൻ ഭാഷയിൽ എരപ്പത്തരം എന്ന് പറയും, ആ എരപ്പത്തരം പറഞ്ഞ ആ വാക്യം ഉപയോഗിക്കുന്നത് അതാണ് നരേന്ദ്രമോദി.
അതാണ് മോദി. ഒരു 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 പ്രധാനമന്ത്രിക്ക് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് പ്രധാനമന്ത്രി ഒരാൾക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. ഈ നാട്ടിലെ ജനങ്ങൾ ഇത്രയേറെ വെറുക്കുന്ന, ഒരു മതത്തിന്റെ പേരിൽ ആളുകൾ വെറുക്കുന്ന ഒരു മതവെറിയനായി ഈ നരേന്ദ്രമോദി അധപ്പതിച്ചു എന്നുള്ളതാണ്. അതെ 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 ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. എനിക്ക് സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഞാൻ സംസാരിക്കാതിരുന്നത് മാന്യത കൊണ്ടാണ്. ഞാൻ പറയട്ടെ, അത്തരത്തിലുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യം ഭരിച്ച് മുമ്പോട്ട് പോകുന്നത്. ആ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ എതിർക്കുന്നവരെ കോൺഗ്രസിനെയാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇവിടെയുള്ള സ്ത്രീകളുടെ താലിമാല പോലും ഊരിക്കൊണ്ട് മുസ്ലിങ്ങൾ കൊടുക്കുമെന്ന് പറയുമ്പോൾ കോൺഗ്രസിനെയാണ് എതിർക്കുന്നത്. ഇവിടെ പറഞ്ഞല്ലോ കോൺഗ്രസിന് BJP വിരോധം പോരാതെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് അല്ലേ ബാൻ ചെയ്തത്? CPM-ന്റെ അല്ലല്ലോ, മറ്റ് പാർട്ടികളല്ലല്ലോ. എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ആരോപണം ചെയ്യുന്നത്? കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് BJP-യുടെ പ്രഖ്യാപിത ലക്ഷ്യം. അവിടെ എവിടെയെങ്കിലും CPM വിമുക്ത ഇന്ത്യ എന്ന് അവരെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഭാരതം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് ആണ് BJP-യുടെയും RSSന്റെയും പ്രഖ്യാപിത ശത്രു. അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞു, ശ്രീ സമ്പത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഗുജറാത്തിൽ ഞാൻ ചോദിക്കുന്നു, കഴിഞ്ഞ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എന്താ ചെയ്തത്? ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അവിടെ മത്സരിക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിമാരെ ഭയപ്പെടുത്തിയും സ്വാധീനിച്ചും അതോടൊപ്പം എല്ലാ തരത്തിലും ഗുജറാത്ത് വർഗീയത പാഠശാലയാക്കി മാറ്റിയ ഗുജറാത്തിൽ ഞങ്ങൾ തന്നെയാണ് അവിടെ തലയുയർത്തി മത്സരിച്ചത്. അവിടെ മത്സരിക്കുമ്പോൾ അവിടെ നരേന്ദ്രമോദിയുടെ ക്യാമ്പയിൻ എന്താണെന്ന് CPM പ്രതിനിധിയായി അങ്ങേക്കറിയാമോ? എന്താണ്? പിണറായി വിജയൻ ഈ കേരളത്തിലെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അവിടെ അയച്ചു. എന്തിനാണ്? ഗുജറാത്തിൽ വികസനം പഠിക്കാൻ. നരേന്ദ്രമോദി പ്രസംഗിച്ചത് എന്താണെന്നറിയോ? ഏറ്റവും നല്ല ഗുജറാത്തിനെ കുറിച്ച് അംഗീകരിച്ചത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ നിന്ന് ആളുകളെ അയച്ചു കൊടുത്തത് എന്ന് പറഞ്ഞ് വികസനം പഠിക്കാൻ ആളെ അയച്ചത് PR വർക്കിലൂടെ പ്രചരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മോദി വിരോധത്തിന്റെ പേരിൽ മോദിയോട് വിരോധമല്ല നിങ്ങൾ കാണിച്ചത്, മോദിയോട് അനുകമ്പയാണ്, മോദി സ്നേഹമാണ് നിങ്ങൾ അവിടെ പ്രകടിപ്പിച്ചത് എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, കേരളത്തിൽ നരേന്ദ്രമോദിക്കെതിരായി സ്റ്റേറ്റ്മെന്റ് ഇട്ടാൽ, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ നിങ്ങളുടെ പോലീസ് എടുക്കുന്ന കേസ് എന്താണ്? മോദിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തി എന്നുള്ളതാണ് നിങ്ങളുടെ പോലീസ് കേസെടുക്കുക. അപ്പോൾ ആരാ ആഭ്യന്തര വകുപ്പ് നേതൃത്വം കൊടുക്കുന്നത്? അമിത്ഷാ തന്നെ ഡയറക്റ്റ് ആണോ? അല്ലെങ്കിൽ പിണറായി വിജയൻ എന്തിനാണ് അതിൻ്റെ അകത്ത് ചടഞ്ഞുകൂടി ഇരിക്കുന്നത്? എന്തിനാണ് ഇത്തരത്തിൽ BJP-ക്കെതിരായി നരേന്ദ്രമോദിക്കെതിരായി പ്രസ്താവന നടത്തുന്നവരെ നിങ്ങൾ ഏത് രൂപത്തിലാണ് അവരെ സ്വീകരിക്കുന്നത് എന്നത് നമ്മുടെ മുമ്പിലുണ്ട്. പൗരത്വ വിഷയം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ഞങ്ങളെടുത്ത നിലപാടിനെ നിങ്ങളിവിടെ പച്ചക്കള്ളം പറയല്ലേ? ആ നിയമം പാർലമെന്റിനകത്ത് വന്ന് ചർച്ച നടത്തുന്ന സമയത്ത് ഡോക്ടർ ശശി തരൂരും NK പ്രേമചന്ദ്രനും അതോടൊപ്പം ET മുഹമ്മദ് സാഹിബ് ഉൾപ്പെടെയുള്ള UDF-ന്റെ MP-മാർ അതിശക്തമായ രൂപത്തിൽ അതിനെതിരായി വിമർശനം നടത്തി. ഞങ്ങൾ രാഹുൽ ഗാന്ധി വോട്ട് ചെയ്തില്ല എന്നുള്ള പച്ചക്കളവ് നിങ്ങളുടെ മുഖ്യമന്ത്രി പ്രചരിപ്പിച്ചു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ MP-മാർ ഉൾപ്പെടെ വോട്ട് ചെയ്തതിന്റെ രേഖ നിങ്ങൾക്ക് അയച്ചു. എന്നിട്ടും നിങ്ങൾ ഏത് രൂപത്തിലാണ്? പക്ഷെ ആ പൗരത്വ വിഷയത്തിൽ നിങ്ങളെടുത്ത നിലപാടെന്താ? തമിഴ്നാട്ടിൽ പൗരത്വ വിഷയത്തിൽ സമരം നടത്തിയ ആളുകൾക്കെതിരെയുള്ള മുഴുവൻ കേസുകളും സമ്പത്ത് മറുപടി പറയാതെ ഒരു ചോദ്യം അതാണ്. ശ്രീ സമ്പത്ത്, അതിനൊരു മറുപടി പറയാമോ? ഒരു സെക്കൻഡ് ശ്രീജിൽ. അതായത് നിങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായ നിലപാടുകളുണ്ട്. നിങ്ങൾ തുറന്നു പറയുന്നു. നിങ്ങൾക്ക് രാമക്ഷേത്ര വിഷയത്തിൽ നിലപാടുണ്ട്, നിങ്ങൾക്ക് ബാബരി മസ്ജിദ് വിഷയത്തിൽ നിലപാടുണ്ട്, നിങ്ങൾക്ക് യൂണിഫോം സിവിൽ കോഡിൽ CAA നിലപാടുണ്ട്. കോൺഗ്രസ് പലപ്പോഴും ഉരുണ്ട് കളിക്കുന്ന ഒരു വിമർശനം നിങ്ങൾക്കുണ്ട്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് പലതരത്തിലുള്ള സെന്റിമെന്റ്സ് കേരളത്തിന് പുറത്തുമുണ്ട്. നിങ്ങൾക്കതില്ല. നിങ്ങൾക്കാണെങ്കിൽ അകത്ത് സെന്റിമെന്റ്സ് ഉള്ള വിഷയങ്ങളിൽ നിങ്ങൾ നിശബ്ദത പാലിക്കും. ഈരാറ്റുപേട്ടയിലെ കുഞ്ഞുങ്ങളുണ്ടാക്കിയ അപകടത്തെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ കമന്റും പോലീസ് എടുത്ത കേസും ഒക്കെ നമുക്കറിയാവുന്നതാണല്ലോ. ഇവിടെ ആഭ്യന്തര വകുപ്പിനെ മാത്രം എടുക്കാം. ആഭ്യന്തര വകുപ്പ് നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ട് വഴി കൊള്ളയടിച്ചു എന്നെഴുതിയ ആൾക്കെതിരെ ആരാധ്യനായ പ്രധാനമന്ത്രിയുടെ സൽപ്പേര് കളങ്കപ്പെടുത്തി എന്ന ലോകത്തെവിടെ ഇല്ലാത്തൊരു ചാർജ് ഇട്ട് ഗുരുതര സ്വഭാവമുള്ള കേസെടുത്തിരിക്കുകയാണ് ഒരു യുവാവിനെതിരെ. കളമശ്ശേരിയിലെ സ്ഫോടന വിഷയത്തിൽ മുസ്ലിം ചെറുപ്പക്കാരെ ആദ്യം കണ്ണും മൂക്കും നോക്കാതെ വേട്ടയാടി എന്ന് ലേഖനം പ്രസിദ്ധീകരിച്ചതിനകത്ത് ഒരു കമന്റ് പറഞ്ഞതിന് അഭിഭാഷകനെതിരെ ഗുരുതര കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അധികാരമുള്ളപ്പോൾ, നിങ്ങൾക്ക് ഈ ലോകത്ത് ആകെ അധികാരമുള്ളത് കേരളത്തിലാണ്, അവിടെ നിങ്ങൾ സംഘപരിവാരത്തോട് മയപ്പെടുകയാണ്. നിങ്ങളുടെ പവർ അവരുടെ ഹിന്ദുത്വ സാംസ്കാരികതയുടെ കടന്നുവരവിനെ തടയാൻ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല. പകരം നിങ്ങളുടെ കയ്യിലുള്ള സിസ്റ്റം, നിങ്ങളുടെ പവർ മുഴുവൻ നിങ്ങൾ RSSന്റെ കടന്നുകയറ്റത്തിന്, സാംസ്കാരികമായ കടന്നുകയറ്റത്തിന്, നിയമപരമായ കടന്നുകയറ്റത്തിന്, കായികമായ കടന്നുകയറ്റത്തിന് നിങ്ങൾ വഴി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ആ നിങ്ങളെ മനസ്സിലാക്കാനുള്ള പൊളിറ്റിക്കൽ നോളജ് മലയാളിക്കുണ്ട് എന്ന് പറയുകയാണ് കോൺഗ്രസ്. അതൊരു വാലിഡായിട്ടുള്ള വിമർശനമാണ്. അതിലേക്ക് താങ്കൾക്കൊന്ന് ഊന്നാമോ? ഇപ്പോൾ കുറച്ച് സമയമേ ഉള്ളൂ. വല്ലാതെ ഊന്നിപ്പോയാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും അത് ഇഷ്ടപ്പെടില്ല. ഇതുപോലൊരു ചർച്ചയിൽ എനിക്ക് പകരം വന്നിരിക്കേണ്ടിയിരുന്ന KV സുധീഷ് ഇന്നില്ല.
ആരാണ് കൊലപ്പെടുത്തിയതെന്ന് അറിയാമല്ലോ നിഷാദെ. RSSകാർ കൊലപ്പെടുത്തിയത്. എന്നോടൊപ്പം മുദ്രാവാക്യം വിളിച്ചവനും എന്നോടൊപ്പം SFI സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളവനുമായ കൊല്ലത്തെ സഖാവ് ശ്രീകുമാർ ജീവിച്ചിരിപ്പില്ല. ആരാണ് കൊലപ്പെടുത്തിയതെന്നുള്ളതിനെ പറ്റി അറിയാമല്ലോ. ഓടുന്ന ബസ്സിനകത്തിട്ട് ഭാസ്കര കുമ്പിളയെ അവിടെ കാസർഗോഡ് ഭാഗത്ത് കൊലപ്പെടുത്തിയത് ആര് എന്നുള്ളതിനെ പറ്റി അറിയാമല്ലോ. RSSകാരുടെ കൊലക്കത്തിക്കിരയാകുന്നത് ഇടതുപക്ഷക്കാരാണ്, CPIMകാരാണ്, DYFIക്കാരാണ്, വിദ്യാർത്ഥികളടക്കമുള്ളവരാണ്. ഞാനിരിക്കുന്ന ഈ തിരുവനന്തപുരം ജില്ലയിൽ സജിൻ ഷാഹുൽ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, ഇവിടെ ഈ നെയ്യാറ്റിൻകര താലൂക്കിലെ ITIയിലെ വിദ്യാർത്ഥി, അവനെ കൊലപ്പെടുത്തിയത് ആരാണ്? RSSകാരല്ലേ. ഈ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSSന് ശാഖകളുള്ളത്. അങ്ങനെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഈ കേരളത്തിൽ അവരുടേതായ ശാഖകളുടെ എണ്ണം വർദ്ധിച്ചതുകൊണ്ട് അതിൻ്റെ പ്രാന്തങ്ങൾ ഉത്തരപ്രാന്തവും ദക്ഷിണപ്രാന്തവുമായി രണ്ടായി വിഭജിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അത് പൊളിറ്റിക്കലായിട്ടുള്ള മൈലേജാക്കി മാറ്റാൻ ജനങ്ങൾക്കിടയിൽ അവർക്ക് അംഗീകാരം ലഭിക്കാതെ പോകുന്നത് ഇവിടെ ഇടതുപക്ഷം ഉള്ളത് കൊണ്ടാണ്. ഇവിടെ ഇടതുപക്ഷം ഇല്ല എങ്കിൽ കോൺഗ്രസേ ഉള്ളുവെങ്കിൽ ഇതൊരു ഗുജറാത്താവും, ഇതൊരു മധ്യപ്രദേശാകും, ഇതൊരു UP ആകും. ഇത് അത്തരത്തിൽ തന്നെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഹിന്ദുത്വ വർഗീയതയോട് ഏറ്റുമുട്ടി ജീവത്യാഗം ചെയ്ത മനുഷ്യരെ അവമതിക്കുന്നില്ല. അത് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ചോദ്യം, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പവറുണ്ട്. ലോകത്തെങ്ങുമില്ലാത്ത വിധം, നമ്മുടെ ചരിത്രത്തിലെങ്ങുമില്ലാത്ത വിധം ഹിന്ദുത്വ ഫാസിസത്തെ ഇന്ത്യ വിപത്കരമായി അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടമാണ്. നിങ്ങളുടെ പവർ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ പവർ, നിങ്ങളുടെ പോലീസ് നിങ്ങളുടെ പവർ ആണെങ്കിൽ ആ പവർ നിങ്ങൾ ഹിന്ദുത്വത്തെ തടയാൻ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ മോദിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടാൽ നിങ്ങൾ കേസെടുക്കും. അതിലൊരു തെറ്റുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുന്നില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യും. നിങ്ങൾ പാവപ്പെട്ട ചെറുപ്പക്കാർക്കെതിരെ UAPA ചുമത്തും, എന്നിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യും. ഈ തരത്തിലാണ് ആഭ്യന്തര വകുപ്പ് നിങ്ങളുടെ പവർ ഏരിയ പ്രവർത്തിക്കുന്നത്. അത് ജനങ്ങൾ ചോദ്യം ചെയ്യും. അതിനെ നമുക്ക് പഴയ രക്തസാക്ഷിത്വങ്ങൾ കൊണ്ട് അതിന് മറുപടി പറഞ്ഞ് പൂർണ്ണമാക്കുക സാധ്യമാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതെ നിഷാദെ, ഈ സ്വന്തം രക്തവും മാംസവുമാവുമ്പേ നമ്മൾ ജീർണവസ്ത്രങ്ങളുടെ ഉപമ മറന്നു പോവുള്ളൂ. മനസ്സിലായില്ലേ? അത് നിഷാദിന് നോവുന്നത് മറ്റൊരു രീതിയിലായിരിക്കും, റിജിൽ മാക്കുട്ടിക്ക് നോവുന്നത് വേറൊരു രീതിയിലായിരിക്കും, ഇവിടെ ശ്രീ കൃഷ്ണദാസിന് നോവുന്നത് വേറൊരു രീതിയിലായിരിക്കും, സമ്പത്തിന് നോവുന്നത് സമ്പത്ത് അതിനകത്തുകൂടി വന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ MT രണ്ടാമൂഴത്തിൽ പറഞ്ഞ നമുക്കെല്ലാം ബാധകമായി വരുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞ് മുഴുമിപ്പിച്ചോട്ടെ. എൻ്റെ പൊന്നെ ചേട്ടാ, ഒന്ന് അനുവദിക്കുക. എന്തിനാ ഇത്ര വലിയൊരു അസഹിഷ്ണുത? ഇവിടെ കേരളത്തിൽ ഞങ്ങളുടെ കയ്യിൽ അൺലിമിറ്റഡ് അപരിമേയമായ ഒരു അധികാരത്തിൻ്റെതല്ല, എല്ലാ മേഖലകളും സമ്മതിക്കില്ല. എന്നെ വർത്തമാനം പറയാനായി ഈ ചങ്ങാതി ഒരു വിധത്തിലും എന്റെ പൊന്നെ കൃഷ്ണദാസ് ചേട്ടാ, അങ്ങയുടെ സമയം ഞാൻ അപഹരിച്ചതേ. സോറി ഞാനതെന്താ, ഞാൻ TV നേരിട്ട് കണ്ടുകൊണ്ടല്ല ഞാൻ ഈ പറഞ്ഞ, ആ ശബ്ദം കേട്ടിട്ട് ഞാൻ പറഞ്ഞു. റിജിലേ, ഈ എല്ലാ മേഖലയിലേക്കും അത്തരത്തിൽ RSSൻ്റേതായ പിടിമുറുക്കം വരുമ്പോൾ അത് ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇവിടെ ഈ നമ്മൾ കളമശ്ശേരിയിലൊരു ബോംബ് സ്ഫോടനം ഉണ്ടായി ഇല്ലേ, കൂട്ടക്കുരുതി അവിടെ നടന്നു ഇല്ലേ. ഇവിടെ ഈ യൂണിയൻ ഗവൺമെൻറ്റിലെ ഒരു സഹമന്ത്രി അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില പ്രസ്താവനകൾ ഉണ്ടായി ഇല്ലേ. അദ്ദേഹത്തിനെതിരായും കേരളത്തിലെ സർക്കാർ കേസെടുത്തു ഇല്ലേ. അവിടെ ആ സംഭവം ഉണ്ടായപ്പോഴും കോൺഗ്രസിൻ്റെ ചില നേതാക്കളുടെ പ്രസ്താവനകളും അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നത് എന്തായിരുന്നു? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളിൽ ഒരാൾ വർത്തമാനം പറഞ്ഞാൽ പറഞ്ഞു പോകരുത്. അങ്ങ് ഒറ്റൊരു ഓർമ്മപ്പെടുത്തല്. നമ്മളിൽ എനിക്ക് പറയാനുള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. ഒറ്റ സെക്കൻഡ് റിജിൽ എന്താ പറയാനുള്ളത്? ഒന്ന് അങ്ങ് പറഞ്ഞല്ലോ, ആ യൂണിയൻ മിനിസ്റ്ററുമായി ബിസിനസ് ബന്ധമുള്ളത് ആരാണ് ശ്രീ സമ്പത്തെ? അങ്ങയുടെ പാർട്ടിയുടെ LDFിന്റെ ഞാൻ ഒരു അഭിഭാഷകനാണ്, ശ്രീ കൃഷ്ണദാസ് ഒരു അഭിഭാഷകനാണ്. ഇവിടെ ഈ ബന്ധങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്. എനിക്ക് വക്കാലത്ത് പല സിവിൽ കേസുകളിലും തന്നിട്ടുള്ളതിൽ ഞാൻ അഭിഭാഷകനായി എൻ്റെ ഫേം അത്തരത്തിൽ പ്രവർത്തിക്കുന്നതിൽ റിജിൽ മാക്കുട്ടിയുടേതായിട്ടുള്ള പ്രവർത്തകരും അവരുടേതായിട്ടുള്ള ബന്ധുക്കളും, അപ്പോൾ കൃഷ്ണദാസ് പ്രതിനിധാനം ചെയ്യുന്ന ആ പ്രസ്ഥാനത്തിലുള്ളവരുടെ ബന്ധുക്കളും അത്തരത്തിലുള്ളവരും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറയുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ CPM-ഉം BJP-യുമായിട്ടും CPM-ഉം കോൺഗ്രസുമായിട്ടുള്ള അവിശുദ്ധ ചില നേതാക്കൾ കൃഷ്ണദാസ്
BJP ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്നത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ചും വികസനത്തെക്കുറിച്ചൊക്കെ. പക്ഷേ ഫൈനൽ ലാപ്പിലേക്ക് വരുമ്പോൾ നഗ്നമായ വർഗീയത അദ്ദേഹം വിളിച്ചു പറയുന്നത് കേൾക്കുകയാണ്. ഇന്നിപ്പോൾ നോക്കൂ, ഇവിടെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെ ഇപ്പം ദീപിക ദിനപത്രത്തിലൊക്കെ വന്നിട്ടുള്ള എഡിറ്റോറിയൽ വായിച്ചു നോക്കണം. ഇത് അങ്ങേയറ്റം മലീമസമായിട്ടുള്ള ഏർപ്പാടാണ്. ഇത് കേരളത്തിൽ, ഇന്ത്യയിൽ വില പോകുന്ന ഒന്നല്ല. അതിലേക്ക് സകലമാന മനുഷ്യരും അറപ്പോടെ കാണുന്ന തരത്തിലുള്ള വർത്തമാനം പറയുന്നു BJPയുടെ ലീഡർഷിപ്പ്, മോദി. നിങ്ങൾക്ക് സത്യത്തിൽ കേരളത്തിൽ, ഞാൻ ചോദിക്കുന്നത് കേരളത്തിൻ്റെ കാര്യത്തിലെങ്കിലും വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ആ വർത്തമാനങ്ങൾ മാറിയിട്ടില്ലേ? നിഷാദ്, നമുക്ക് ഒരു സമൂഹത്തോട് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാം, അതല്ലെങ്കിൽ വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരു തർക്കമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. അത് എത്രത്തോളം വരെ പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ പ്രശ്നമുണ്ടാക്കുന്ന ആളുകളാണ്. ഉദാഹരണത്തിന് ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് എത്രയോ വർഷങ്ങളായി അവർ നിരവധി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് ഈ തരത്തിലുള്ള തർക്കങ്ങളും ആരോപണങ്ങളും പ്രശ്നങ്ങളുമൊക്കെ BJPക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്നു. പക്ഷേ ആ സംസ്ഥാനങ്ങളിലെല്ലാം BJP സംസ്ഥാന നിയമസഭകളിലേക്കാണെങ്കിലും പാർലമെന്റിലേക്കാണെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജയിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് പശ്ചിമ ബംഗാൾ, ത്രിപുര അടക്കമുള്ള സംസ്ഥാനങ്ങൾ, നേരത്തെ നിഷാദ് ചർച്ച തുടങ്ങി വെച്ചത് ഒരു ഘട്ടത്തിൽ അതിലേക്ക് വരികയും ചെയ്തിരുന്നു. ആ സംസ്ഥാനങ്ങളിലടക്കം എത്രയോ ആരോപണങ്ങൾ BJPക്കെതിരെ നിരന്തരമായി, ഇപ്പം നേരത്തെ ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചപ്പോൾ പ്രവർത്തകന്മാർ മരണപ്പെട്ടതിനെ സംബന്ധിച്ച് പറഞ്ഞു. ഒരു സംസ്ഥാനത്തും ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അക്രമങ്ങൾ അനുവദിക്കേണ്ടതോ അത് പ്രോത്സാഹിപ്പിക്കേണ്ടതോ ആയിട്ടുള്ള സാഹചര്യം നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ വിജയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ വിഭജന പ്രസംഗങ്ങൾക്ക് വലിയ കയ്യടി അന്നിപ്പോ പ്രസംഗിച്ചപ്പോൾ കിട്ടിയല്ലോ, ഹര ഹര ഭയങ്കര കയ്യടി കിട്ടി. ഞാൻ ചോദിക്കുന്ന കേരളത്തെക്കുറിച്ച്, കേരളത്തിൽ കയ്യടി കിട്ടുമോ ഇതിന് എന്നാ എൻ്റെ ചോദ്യം. നമ്മൾ കേരളത്തിൻ്റെ കൊട്ടിക്കലാശമാണല്ലോ ചർച്ച ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്, ഈ സംഗതി ഉപയോഗിച്ച് വിജയിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇത് പറഞ്ഞ് വിജയിക്കാൻ പറ്റുമോ? ഞാൻ അതിലേക്കാണ് വരുന്നത്. അതാ ഞാൻ സൂചിപ്പിച്ച് വന്നത്, ബംഗാളിലും ത്രിപുരയിലും അടക്കം ഇതിനേക്കാൾ വലിയ കള്ളപ്രചരണങ്ങൾ BJPക്കെതിരെ നടത്തിയിരുന്നു. പക്ഷെ അവിടെയെല്ലാം ആ പാർട്ടിയിലുള്ള മുന്നണിയിലുള്ള ആളുകൾ BJPക്കൊപ്പം വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അടപടലം BJPയായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കേരളത്തിൽ, ഇപ്പം കേരളത്തിലേക്ക് അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരല്പം മുൻപ്, എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ തന്നെ നടത്തിയിട്ടുള്ള നിങ്ങളുടെ ചോദ്യവും അതോടൊപ്പം തന്നെ രണ്ട് മുന്നണികളും നടത്തിയിട്ടുള്ള ചർച്ചയുടെയും പ്രധാനപ്പെട്ട സാങ്കത്യം എന്താണ്? അവിടെയെല്ലാം വർഗീയതയും അവിടെയെല്ലാം ഏതെങ്കിലും ഒരു വിഭാഗത്തെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് നിങ്ങൾ ആരോപിക്കുന്നത്, നേരത്തെ മുൻ പ്രധാനമന്ത്രി കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വളരെ വെറുക്കപ്പെട്ട രീതിയിൽ കണ്ടൊരു കാര്യം പറഞ്ഞത് ഞങ്ങളല്ല സുഹൃത്തെ, നിങ്ങളുടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യമാണ്. നിങ്ങളുടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യത്തെ ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദി അവരുടെ പ്രധാനമന്ത്രി പറഞ്ഞത് വർഗീയമായിട്ടല്ല, വിഭവങ്ങളുടെ വിതരണത്തെക്കുറിച്ചുള്ള വളരെ സാമ്പത്തിക ശാസ്ത്ര സ്വഭാവമുള്ളതും സാമൂഹിക കാഴ്ചപ്പാടുള്ളതുമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനെ വർഗീയമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ നമ്മളിതിന് മുമ്പ് ചർച്ച ചെയ്തു, ഇവിടെ തന്നെ ഒരുപാട് തവണ ചർച്ച ചെയ്തു. നിങ്ങളതിനെ എടുക്കുന്നത്, നിങ്ങളതിനെ വർഗീയമായിട്ടാണ്. മുസ്ലിങ്ങൾക്ക് കൂടുതൽ കുട്ടികളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കാൻ പോകുന്നു, നിങ്ങളുടെ സ്വത്തെടുത്തിട്ട് എന്ന് പറയാണ്. ആ പരാമർശം വർഗീയമാണ്. രണ്ടാമത്തേത്, നിങ്ങളുടെ താലിമാല എടുത്ത്, നിങ്ങളുടെ താലിമാല പോലും എടുത്ത്, നിങ്ങളുടെ സ്വർണവും സ്വത്തും എടുത്ത് ഇതാ അവർക്ക് കൊടുക്കാൻ പോകുന്നു. ഇത് വർഗീയതയല്ലേ? അല്ലെന്ന് ഞാനെന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ കുത്തക ചർച്ച വല്ലതാണത്. അല്ലെന്ന് ഇത് കോൺഗ്രസ്സുകാരുടെ കുത്തക ചർച്ചയൊന്നുമല്ലല്ലോ. എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറഞ്ഞോളാം, എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു തരത്തിലും അല്ലെങ്കിൽ BJP ഒരു തരത്തിലും അതിനെ വർഗീയമായി കണ്ടില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് മൻമോഹൻ സിംഗ് പറഞ്ഞ ഒരു കാര്യത്തെ പ്രധാനമന്ത്രി എടുത്ത് സൂചിപ്പിച്ചപ്പോൾ അത് വർഗീയമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഞങ്ങളാണോ പറഞ്ഞത്? ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. മൻമോഹൻ സിംഗ് പറഞ്ഞൊരു പ്രസംഗത്തിൽ നിങ്ങൾ എന്താ പറയുന്നത്? പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? ശ്രീ മൻമോഹൻ സിംഗ് പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്ന ആ വാചകം പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഇങ്ങനെ ആ വാചകം ആ നിലക്കുള്ള വൃത്തിയിൽ ആവർത്തിക്കുകയല്ല മോദി ചെയ്തത്. ആ വാചകം ആ നിലക്കുള്ള വൃത്തിയിലും നിലവാരത്തിലും ആവർത്തിക്കുകയല്ല മോദി ചെയ്തത്. നിങ്ങളുടെ സ്വത്തെടുത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും കൊടുക്കാൻ പോകുന്നുവെന്ന വളരെ സ്പഷ്ടമായിട്ടുള്ള മുസ്ലിം വിരുദ്ധതയാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത്തേത് അങ്ങനെ തന്നെ രണ്ടാമത്തേതാണ്, നിങ്ങളുടെ താലിമാല പോലും എടുത്ത് അവർക്ക് വീതം വെച്ച് കൊടുക്കും കോൺഗ്രസ്. ഇതാണ് പ്രസംഗിച്ചത്. നിങ്ങൾ മൻമോഹൻ സിംഗിന്റെ പ്രസംഗം റീപ്ലൈ ചെയ്യുന്നേ.
രണ്ടും എനിക്ക് നിങ്ങൾ മൻമോഹൻ സിംഗിന്റെ പ്രസംഗം റീപ്ലൈ ചെയ്യും. നമുക്ക് നോക്കാലോ എന്താ പറയുന്നത്. മൻമോഹൻ സിംഗ് ഈ വൃത്തികേട് പറഞ്ഞിട്ടുണ്ടോ? മൻമോഹൻ സിംഗ് ഈ വൃത്തികേട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞിട്ടുണ്ടോ? മൻമോഹൻ സിംഗ് പോയ വഴിയിലൂടെ ഈ മോദി എന്ന് പറഞ്ഞ മൻമോഹൻ സിംഗ് പറഞ്ഞ റീപ്ലൈ ചെയ്യേ. പിന്നെ എന്റെ കയ്യിലുണ്ട് മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യം, നിങ്ങൾ റീപ്ലൈ ചെയ്യേ. മൻമോഹൻ സിംഗ് പോയ വഴിയിലൂടെ ന്യായീകരിക്കുക ഉളുപ്പില്ലാതെ. ആ വഴിയിലൂടെ ഞങ്ങൾക്ക് പോകണ്ട, നിങ്ങൾ തന്നെ പോയാൽ മതി. അപ്പൊ അതിന് കൈയടി കിട്ടും കേരളത്തിൽ നിന്നാണ്. ശരി. അപ്പൊ മോദി പറഞ്ഞതിനെ അല്ല, ശ്രീ കൃഷ്ണദാസ് മോദി പറഞ്ഞതിനെ പോസിറ്റീവായിട്ട് കേരളത്തിലെ മലയാളികൾ മോദിക്ക് കൈയടിക്കുന്നതാണ് നിങ്ങളുടെ വിചാരം? എവിടെ സംസാരിച്ചു പറയൂ നിങ്ങള്. അല്ല, മോദി പറഞ്ഞ പോലുള്ള വൃത്തികേടൊന്നും മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടില്ല. ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ശ്രീ കൃഷ്ണദാസ്, ഞാൻ ചോദിക്കുന്നത് മോദി പറഞ്ഞതിനെ വളരെ പോസിറ്റീവായി എടുത്ത് മലയാളികൾ അദ്ദേഹത്തിന് കൈയടിച്ച് വോട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്? മോഡി പറഞ്ഞ വികസന അജണ്ടയെ സംബന്ധിച്ചും മോഡി മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മണ്ഡലങ്ങളിൽ അവർക്ക് നല്ല ധാരണയുണ്ട്. അത് വിശ്വസിക്കുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ, അതിന് അനുഭാവപൂർവ്വം കാണുന്ന ആളുകൾ, ആ ജനങ്ങളുടെ മുഴുവൻ വോട്ടും ഈ തവണ BJP കാണുന്നേ. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുമല്ലോ BJPയുടെ വോട്ടിന്റെ വർധന എത്രയുണ്ടായി, BJPക്ക് എത്രത്തോളം രാഷ്ട്രീയപരമായി മുന്നോട്ട് പോകാൻ കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ടെന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തിനാ നിങ്ങൾ ഇത്ര വേവലാതിപ്പെടുന്നത്? നിങ്ങൾക്ക് എന്തിനാ ഇത്ര വേവലാതി? അതാ ഞാൻ സൂചിപ്പിച്ച INL കൂടെ കൂട്ടിയിട്ടുള്ളൊരു മുന്നണി, മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടിയിട്ടുള്ള മറ്റൊരു മുന്നണി, അവർ ഞങ്ങളെ ഉപദേശിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ട്? വർഗീയ കക്ഷിയാണ്, വർഗീയ എന്ന് പറയാണ്. നിങ്ങൾ പറയുന്ന പോലത്തെ വർഗീയത ഒരെണ്ണം അപ്പുറത്ത് പറഞ്ഞതിന് ഉദാഹരണം കാണിച്ചാൽ നമുക്ക് ഈ സമീകരണത്തിന്റെ സാധ്യത ഉണ്ടായിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലില്ലാത്ത വർഗീയ മുഖമാണ് കേരളത്തിൽ രണ്ട് മുന്നണികൾ മുന്നോട്ട് വെച്ചത്. ശ്രീനിഷാദെ, ഞാൻ ഒരു കാര്യം പറയാം. ഡോക്ടർ മൻമോഹൻ സിംഗ് പറയാത്തൊരു കാര്യത്തെ ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞു എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയുടെ ഈ വർഗീയമായി മ്ലേച്ഛമായി നടത്തിയ ഈ പ്രസ്താവനയോട് യോജിപ്പിച്ച് പറയുന്നത് തികച്ചും തോന്നിയാസാണ്. നരേന്ദ്രമോദിയും മൻമോഹൻ സിംഗും രണ്ടാണ്. മൻമോഹൻ സിംഗ് നടന്ന വഴിയിലൂടെ ഈ മോദിക്ക് നടക്കാൻ പറ്റില്ല. മോദി പറഞ്ഞ് ഈ മ്ലേച്ഛത്തരം ഈ രാജ്യത്ത് ഏതെങ്കിലും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? ആ മ്ലേച്ഛത്തരത്തിന് ഈ കേരളത്തിൽ നിങ്ങൾ നൽകാൻ പോകുന്നത് പൂജ്യമാണ്. നിങ്ങൾ വലിയ വട്ടപൂജ്യമല്ലാതെ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിനകത്ത് ഒരു വോട്ട് നിങ്ങൾക്ക് വർധന ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഒരു സീറ്റും കിട്ടില്ല. ഈ കേരളത്തിനകത്ത് പണം വാങ്ങി കള്ളപ്പണം ഉണ്ടാക്കാനും കുഴപ്പണം കടത്താനും വേണ്ടി മത്സരിക്കുന്നവരാണ് തന്നെ പുറത്തേക്ക് സമ്പൂർണ്ണരായി നിങ്ങൾ BJPയെ സംബന്ധിച്ച് കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം അവർ ഇപ്പോഴും പങ്കുവെക്കുന്നുണ്ട്. നേട്ടം മീൻസ് ഞാൻ പറഞ്ഞ അവരേതെങ്കിലും സീറ്റിൽ വിജയിക്കാൻ കഴിയുന്നുള്ള കാൽക്കുലേറ്റ് ആയിട്ടുള്ള വിവരങ്ങളല്ല, മറിച്ച് കേരളത്തിൽ നമുക്കറിയാലോ 10-32 ലക്ഷം വോട്ട് ഇപ്പോൾ BJPക്ക് ഉണ്ട്. BJP അങ്ങനെയൊന്നും ഉണ്ടായിരുന്ന ഒരു പാർട്ടിയല്ല. BJPയുടെ ചരിത്രം നമുക്കറിയാം. പക്ഷെ BJPയുടെ ഗ്രോത്ത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ കോൺഫിഡൻസ് ഏരിയയിൽ നിങ്ങൾക്ക് വല്ല ഒരു അയുക്തികത ഒന്നുണ്ടോ? നിഷാദെ ഒരു 2 മിനിറ്റ് നൽകുമോ? ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലല്ല, ഒരു പാർട്ടിയുടെ നേതാവെന്നുള്ള നിലയിലായാലും തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിൽ വെച്ച് ശ്രീ നരേന്ദ്രമോദി നടത്തിയതായ ആ പ്രസംഗം എന്നത് പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരു കാരണവശാലും പാടില്ലാത്തത്, ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിൽ അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ നഗ്നമായ ലംഘനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുവോമോട്ടോ ഈ കാര്യം കോഗ്നിസൻസിലെടുക്കുകയും നടപടിയെടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനെതിരായി ആദ്യമായി പരാതി നൽകിയത് CPIM ആണ്. ഇപ്പോൾ ഇത് ഞങ്ങളുടെ പാർട്ടിയാണ് ഈ കാര്യത്തിൽ വാസ്തവത്തിൽ ആദ്യം പരാതി നൽകിയത്, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പാർട്ടിക്കാരല്ല. അത് ഡൽഹിയിലെ സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസ് അത്തരത്തിൽ പരാതി സ്വീകരിക്കാനായി വിസമ്മതിച്ചപ്പോൾ അതിൽ ഇമെയിൽ അയക്കുകയും മറ്റ് നടപടികളിലേക്ക് കിടക്കുകയും ചെയ്തു. തുടർന്ന് കോൺഗ്രസും പരാതിയുമായി രംഗത്ത് വന്നു. ഇക്കാര്യത്തെ സംബന്ധിച്ച് ഈ രാജസ്ഥാനിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ് അവിടെ അധികാരത്തിലുള്ളത്, ഗെഹ്ലോട്ടിൻ്റെ നേതൃത്വത്തിലുള്ള. 25 സീറ്റും കൊണ്ടുപോയത് BJP ആണ്. അപ്പോൾ 25 സീറ്റും കയ്യിലുള്ള നിലവിലുള്ള സിറ്റിംഗ് സീറ്റുകളുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ പറയണമെങ്കിൽ വല്ലാത്ത ഭീതി BJPയെ ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മുമ്പ് മുസഫർ നഗറിലെ കലാപം അത് ഉണ്ടാക്കിയതാണ്. അത് സ്റ്റേജ് ചെയ്തതിനെ തുടർന്ന് തന്നെ UPയിൽ തെരഞ്ഞെടുപ്പ് ചിത്രം മാറുകയാണ്. അത് ഇന്ത്യ പിടിക്കാൻ സഹായകമായി. പുൽവാമയിലെ ഭീകരാക്രമണം
ആക്രമണം എന്നുള്ളത് സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് തന്നെ പല വിധത്തിലുള്ള കാര്യങ്ങൾ സത്യപാൽ മാലിക് പറഞ്ഞത് മറ്റു ചില വിഷയങ്ങളുമെല്ലാം കൂടി ഇപ്പോഴും അത് ചർച്ചാ വിഷയമാണ്. അത് പലതും ഒളിച്ചു വയ്ക്കാൻ പല ആളുകൾക്കും അത്തരത്തിലുള്ള ശ്രമങ്ങളടക്കം നടത്തിയേക്കാം. ഇവിടെ എന്തെങ്കിലും വിധത്തിലുള്ള ഈ വർഗീയമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടായില്ല എങ്കിൽ അത് ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകളിൽ പോളിംഗ് ശതമാനം കുറവാണ്. ബി ജെ പി പറയുന്നത് പോലുള്ള വലിയ വികസനം അത്തരം കാര്യങ്ങളാണ് എങ്കിൽ രാഷ്ട്രത്തിൻ്റെ പൊതുസമ്പത്ത് അത് വിറ്റുതുലച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മൊത്തം കടം എന്ന് പറയുന്നത് ഏതാണ്ട് 168 ലക്ഷം കോടി രൂപയ്ക്കപ്പുറമാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കടം. ഒരു സംസ്ഥാനങ്ങളും എടുത്ത കടമല്ല. കഴിഞ്ഞ 5 കൊല്ലക്കാലം കൊണ്ട് മാത്രം ഇന്ധനങ്ങളുടെ മേലുള്ള അധിക നികുതി ഇനത്തിൽ മാത്രം 28.5 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ ഗവൺമെൻറ് അത്തരത്തിൽ കൈക്കലാക്കിയത്. ഇലക്ട്രൽ ബോണ്ടുകൾ എന്നുള്ള നിലയിലേക്ക് ഭരണഘടനാ വിരുദ്ധമായ ഒരു സംവിധാനത്തിൽ കൂടി 9,000 കോടി രൂപയാണ് ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് അത്തരത്തിൽ വന്നത്. അല്ലാതെ മറ്റു കാര്യങ്ങളിൽ കൂടിയുള്ള അഴിമതി പണം, ഈ അഴിമതിയെ വ്യവസ്ഥാപിതമാക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഇതെല്ലാം ചെയ്യുമ്പോഴും മണി പവറും മസിൽ പവറും കൊണ്ട് മാത്രം ഇത് ജയിക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ, ഞാൻ നിർത്തുന്നതിന് ഒറ്റ കാര്യം, ഇന്ത്യയിലേക്ക് INA ഭടന്മാരെ നയിച്ചുകൊണ്ടുവന്ന ക്യാപ്റ്റൻ ലക്ഷ്മി ഉൾപ്പെടെയുള്ള കേണൽ സൈഗാൾ ഉൾപ്പെടെയുള്ള മേജർ ധില്ലൻ ഉൾപ്പെടെയുള്ളവർ അവർ മൊയ്റാങ്ങിലേക്ക്, ഇപ്പോഴും അവിടെ അശാന്തിയാണ് മണിപ്പൂരിലെ, ആ മണിപ്പൂരിലെ ബിഷ്ണുപൂർ ജില്ലയിൽ വന്നിട്ട് ആദ്യമായി കൊടി ഉയർത്തി നേതാജി കൊടുത്തയച്ച ത്രിവർണ്ണ പതാക കേണൽ ഷൗക്കത്ത് ഹയാത്ത്, അല്ലേ? മറന്നുപോയിട്ടില്ലല്ലോ കേണൽ ഷൗക്കത്ത് ഹയാത്തിനെ, മറന്നുപോയിട്ടില്ലല്ലോ നമ്മളാരും. അപ്പോൾ അദ്ദേഹം ഉയർത്തിയ കൊടിയാണ്. അമിത്ഷായുടെ പ്രസ്താവന വന്നിട്ടുണ്ട്, ശേഷി കേരളത്തിലുണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് അത് കാത്തിരിക്കണം. മലയാളിയുടെ മനസ്സെന്താണെന്ന് അറിയാൻ. ഇനി താങ്ക് യു ശ്രീ സമ്പത്ത്. ഒപ്പം തന്നെ രുജിൽ മാക്കുച്ചി, കൃഷ്ണദാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അഭിപ്രായങ്ങൾ, നിലപാടുകൾ പങ്കുവച്ചതിനോട്